എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഇന്നത്തെ സെഷനിൽ ട്രേഡ്സ്മാൻ സ്മിത്തിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പുതിയ കോഴ്സുമായി ബന്ധപ്പെട്ട് കട്ടിംഗ് ടൂൾസ് എന്ന് പറയുന്ന ടോപ്പിക്കല്ല, ഫയൽസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. നമ്മൾ ഇന്നത്തെ ലൈവ് സെഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ഫയൽസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഫയൽസ്, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാകും. ഓക്കെ, ദെൻ അതുമായി ബന്ധപ്പെട്ട് സെലക്ഷൻ ഓഫ് ഫയൽസ് ഫോർ പ്രോപ്പർ വർക്ക്, അല്ലെ, അത്തരത്തിൽ ടൈപ്സ് ഓഫ് ഫയൽസുമായി ബന്ധപ്പെട്ട് ഓരോ വർക്കിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫയൽസിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫൈൻ. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഫയലിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉണ്ട്, അല്ലെ. നമുക്കറിയാം ബേസിക്കലി മെഷീൻ അല്ലെങ്കിൽ മെഷീൻ ഷോപ്പിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെഷീനിങ് ഷോപ്പുകളിലൊക്കെയാണ് പൊതുവെ ഫയലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അതൊരു ഹാൻഡ് അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബേസിക്കലി ഫയലിംഗ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അത് മെഷീൻ ഫയലിംഗ് ഉണ്ട്. മെഷീനിൽ നമ്മൾ ഫയൽസ് അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ഫയലിംഗ് പ്രോസസ്സുകളുണ്ട്. എന്നാൽ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കുന്നുണ്ടാവുക, വളരെ ബേസിക് ആയിട്ട് വർക്ക്ഷോപ്പുകളിൽ നമ്മൾ ചെയ്യുന്ന ഫയലിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഹാൻഡ് ഫയൽസ് പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഫയലിംഗ് എന്ന് പറയുന്ന പ്രോസസ് അതെന്തിനാണ് എന്നുള്ളത് നമുക്കറിയാം. ഫയലിംഗ് ഈസ് എ മെഷീനിങ് പ്രോസസ്. എന്താണ് മെഷീനിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ? മെഷീനിങ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആർ റിമൂവ്ഡ് ഫ്രം ദ വർക്ക് പീസ്, അല്ലെ. ഇത്തരത്തിൽ വർക്ക് പീസിൽ നിന്നും മെറ്റൽസ് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ, അത്തരത്തിൽ ഉള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെഷീനിങ് എന്ന് പറയുന്നത്, അല്ലെ. മെറ്റീരിയൽ റിമൂവൽ പ്രോസസ് ആണ് ബേസിക്കലി എന്ത് മെഷീനിങ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ ഫയൽ എന്ന് പറയുന്ന ഒരു ടൂള്, അല്ലെ, ഫയൽ എന്ന് പറയുന്ന ഒരു ടൂള് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന ഒരു മെഷീനിങ് പ്രോസസ് ആണ് എന്ത് ബേസിക്കലി ഫയലിംഗ് എന്ന് പറയുന്നത്. ഫയലിംഗ് ഇസ് എ പ്രോസസ് ഓഫ് റിമൂവിങ് എക്സസ് മെറ്റീരിയൽ ഫ്രം എ വർക്ക് പീസ് ബൈ യൂസിങ് എ ടൂൾ നോൺ ആസ് ഫയൽ. അത്തരത്തിൽ ഫയൽ എന്ന് പറയുന്ന ടൂളിന്റെ സഹായത്തോടു കൂടി നമ്മൾ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ വർക്ക് പീസിൽ നിന്നും മെറ്റീരിയൽ, എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫയലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഫയലിംഗിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ഫയൽ എന്ന് പറയുന്നത്. അതൊരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ്, അല്ലെ. മൾട്ടി പോയിന്റ് ആയിട്ടുള്ള കട്ടിംഗ് എഡ്ജോട് കൂടിയിട്ടുള്ള ഒരു കട്ടിംഗ് ടൂളാണ് ബേസിക്കലി ഫയൽ എന്ന് പറയുന്നത്. ദ കട്ടിംഗ് ടൂൾ യൂസ്ഡ് ഫോർ ഫയലിംഗ് ഇസ് കോൾഡ് ഫയൽ. ഇത്തരത്തിൽ ആ ഒരു ഫയലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂളിനെ വിളിക്കുന്ന പേരാണ് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളോട് ചോദിക്കാറുള്ളത് പലപ്പോഴും ഇത്തരത്തിൽ ഈ പറയുന്ന ഫയൽ എന്ന് പറയുന്ന ടൂള് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, കൂടുതലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവെ വരാറ്. ഇത്തരത്തിൽ ഫയൽ എന്ന് പറയുന്ന ആ ഒരു കട്ടിംഗ് ടൂൾ, നമുക്കറിയാം കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ പലതരത്തിലുണ്ട്. അപ്പൊ ആ പല മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഫയൽ എന്ന് പറയുന്ന ടൂൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് ഉത്തരം എന്താണ്? ഹൈ കാർബൺ സ്റ്റീൽ അല്ലെന്നുണ്ടെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ. ഓക്കെ, ഇത്തരത്തിൽ ഹൈ കാർബൺ സ്റ്റീൽ അല്ലെന്നുണ്ടെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ കൊണ്ട്. അപ്പൊ ബേസിക്കലി അത് സ്റ്റീലാണ്, അല്ലെ, സ്റ്റീലാണ്. അപ്പൊ സ്റ്റീൽ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? അയൺ കാർബൺ അലോയ് ആണ്, അല്ലെ. അയൺ പ്ലസ് കാർബൺ, അല്ലെ, ഇത്തരത്തിലുള്ള അയൺ പ്ലസ് കാർബൺ അലോയ് ആണ് ബേസിക്കലി എന്ത് സ്റ്റീൽ എന്ന് പറയുന്നുണ്ടാവുക, സ്റ്റീൽ. ഓക്കെ, അപ്പൊ അതിൽ കാർബൺ കണ്ടന്റ് ഏകദേശം അപ് ടു 2%, അല്ലെ, മാക്സിമം അപ് ടു 2% വരെയൊക്കെയാണ് നമ്മൾ സ്റ്റീൽ എന്ന് പറയുന്നുണ്ടാവുക. 2 അല്ലെങ്കിൽ 2 മുകളിലേക്കൊക്കെ കാർബൺ പെർസെന്റേജ് പോകുമ്പോൾ അതിനെ കാസ്റ്റേൺ എന്ന് പറയാം, കാസ്റ്റേൺ. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർബൺ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുക? ഹാർഡ്നെസ് കൂടും, അല്ലെ, ഹാർഡ്നെസ് കൂടും. ഓക്കെ, കാർബൺ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് ഹാർഡ്നെസ് കൂടും. അപ്പം ഏതൊരു കട്ടിംഗ് ടൂളിനും വേണ്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ്, അല്ലെ. ഏതൊരു കട്ടിംഗ് ടൂളിനും വേണ്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ്. അപ്പൊ ഹാർഡ്നെസ് കൂടണമെന്നുണ്ടെങ്കിൽ കാർബൺ കണ്ടന്റ് കൂടണം. അപ്പോ ഹൈ കാർബൺ സ്റ്റീൽ, അല്ലെ, അത്തരത്തിൽ കാർബൺ കണ്ടന്റ് കൂടുതലായുള്ള ഹൈ കാർബൺ സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഹൈ ഗ്രേഡ് ആയിട്ടുള്ള കാസ്റ്റ് സ്റ്റീലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് 4G ഇതൊക്കെ നമ്മൾ സാധാരണ മാനുഫാക്ചർ ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള ടൂളുകൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ആ ഒരു കൈകളിൽ ഇരിക്കുന്ന ടൂളാണ് ബേസിക്കലി നമ്മളുടെ ഫയൽ. ഫയൽ കാണാത്തവരായിട്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തവരായിട്ടോ ആരും തന്നെ കാണില്ല നമ്മുടെ കൂട്ടത്തിൽ.
ഓക്കെ, സോ അതൊക്കെ ശരിയാണ്. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ബെഞ്ച് വൈസിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ബെഞ്ച് വൈസിൽ ഒരു വർക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ അവിടെ ഫയലിംഗ് ഓപ്പറേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫയൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ചിത്രത്തിൽ അല്ലെ. ഓക്കെ ഫൈൻ. അപ്പോ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഒന്ന്, ഫയൽ എന്ന് പറയുന്നത് ഒരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്, യൂസ്ഡ് ഫോർ റിമൂവിങ് എക്സസ് മെറ്റീരിയൽ അല്ലെ. വളരെ ഫൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈക്ക് അവിടെ ആ ഒരു മെറ്റൽ റിമൂവൽ റേറ്റ് വളരെ കുറവായിരിക്കും. സാധാരണഗതിയിൽ ഫിനിഷിംഗ് പ്രോസസ്സുകൾക്കൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. എനിവേ, അപ്പൊ അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ അതായത് കട്ടിംഗ് ടൂൾ ആണ് ഫയൽ എന്ന് പറയുന്നത്. ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ദ ടീത്ത് ആർ കട്ട്, ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് അല്ലെ. നമുക്ക് ഈ പറയുന്ന ആ ഒരു ടൂളില് നമുക്ക് എന്താണ് ഇത്തരത്തിൽ ടീത്തുകൾ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ടീത്തുകൾ കാണാൻ സാധിക്കും. ഓക്കെ, ആ ടീത്ത് വളരെയധികം ഹാർഡൻഡ് ആണ്, ടെമ്പേർഡ് ആണ് അല്ലെ. സോ ടെമ്പറിംഗ് എന്ന് പറയുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഹാർഡനിങ് അല്ലെങ്കിൽ കൊഞ്ചിങ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രെസ്സസ് റിമൂവ് ചെയ്തുകൊണ്ട് എന്താണ് ആ ഒരു ടഫ്നെസ് വീണ്ടെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ബേസിക്കലി ടെമ്പറിംഗ് എന്ന് പറയുന്നുണ്ടാവുക. സോ മിക്ക ടൂളുകളും ഇത്തരത്തിൽ ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് എന്ന് തന്നെയാണ് നമ്മൾ പറയാറ്. സോ ഹാർഡനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ കൊഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് ആണ്. സോ ദ ഡിസൈറബിൾ ഹാർഡ്നെസ് ഇൻ എ ഫയൽ, ഫയലിന്റെ ആ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരു ഹാർഡ്നെസ് വാല്യൂ എത്രയാണ്? സോ ഹാർഡ്നെസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താ? ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ അറിയുമോ? ഹാർഡ്നെസിന്റെ ബേസിക് ഡെഫിനിഷൻ എന്താ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. റെസിസ്റ്റൻസ് ടു ഇൻഡന്റേഷൻ ആണോ? അതെ, യെസ്, പറഞ്ഞോളൂ. റെസിസ്റ്റൻസ് ടു ഇൻഡന്റേഷൻ, റെസിസ്റ്റൻസ് ടു സ്ക്രാച്ച് അല്ലെ, അങ്ങനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെ. യെസ്, അത് തന്നെ. യെസ്, അബ്രഷൻ അല്ലെ. അത്തരത്തിൽ അബ്രഷൻ, സ്ക്രാച്ച്, ഇൻഡന്റേഷൻ എല്ലാം ഒന്ന് തന്നെയാണ്. റെസിസ്റ്റൻസ് ടു അബ്രഷൻ, സ്ക്രാച്ച്, ഇൻഡന്റേഷൻ എക്സെട്ര. ഓക്കെ, അപ്പൊ അതാണ് ബേസിക്കലി ഹാർഡ്നെസ് അല്ലെങ്കിൽ ഹാർഡ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചോളം ഹാർഡ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് കട്ടിംഗ് ടൂളുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ കട്ടിംഗ് ടൂളിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി തന്നെയാണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് ബേസിക്കലി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഈ ഹാർഡ്നെസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റീലിൽ ആരെ ആഡ് ചെയ്യാൻ സാധിക്കും? കാർബൺ കണ്ടന്റ് കൂട്ടിക്കഴിഞ്ഞാൽ കൂടാൻ സാധിക്കും അല്ലെ. അപ്പൊ അവിടെ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഹാർഡ്നെസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്ന് രണ്ട് സ്കെയിലുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബ്രിണൽ ഹാർഡ്നെസ് ഉണ്ട്, റോക്ക്വെൽ ഹാർഡ്നെസ് ഉണ്ട്, വിങ്കേഴ്സ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്താണ് മെഷറിംഗ് ഡിവൈസസിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ മെഷർ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ റോക്ക്വെൽ ഹാർഡ്നെസ് നമ്പറുമായി ബന്ധപ്പെട്ട് അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 60 HRC എന്നുള്ളതൊന്നും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ദ ഡിസൈറബിൾ ഹാർഡ്നെസ് in a file is generally is 60 HRC. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. 60 HRC ആണ് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഹാർഡ്നെസ് വാല്യൂ വരേണ്ടത്. ഓക്കെ, എല്ലായ്പ്പോഴും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് മെഷീനിങ് ചെയ്യുന്ന സമയത്ത് അതൊരു എൽബോ ലെവലിൽ നമ്മൾ എന്താണ് ഫിക്സ് ചെയ്തുകൊണ്ട്, സോ ഫിക്സ് ഇൻ ദ വൈസ് അറ്റ് എൻ എൽബോ ലെവൽ. ഇത്തരത്തിൽ ആ ഒരു വൈസ് നമ്മളുടെ ഒരു എൽബോ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ആ ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പൊ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഫയൽ എന്ന് പറയുന്ന ടൂളുമായി ബന്ധപ്പെട്ട് അതിന്റെ ബേസിക് പാർട്സ്, ഓക്കെ, അതിന്റെ പ്രത്യേകതകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പോ ഇവിടെ ഈ ചിത്രത്തില് നമുക്കൊരു ഫയൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഒരു സിമ്പിൾ ഫയൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരു ഫ്ലാറ്റ് ഫയൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ ആ ഒരു ഫയലുമായി ബന്ധപ്പെട്ട് കുറെ അധികം പാർട്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ പോയിന്റ്, പിന്നീട് നോക്കേ ആ ഒരു സൈഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ എഡ്ജ് എന്ന് പറയുന്ന ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് ഇവിടെ ഹീൽ എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് അവിടെ ഒരു ഷോൾഡർ പോലെ കാണാൻ സാധിക്കും. പിന്നീട് ടാങ് എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാൻ സാധിക്കും. പിന്നെ ഫെറൂൾ എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാൻ സാധിക്കും. പിന്നെ അതിന്റെ ഹാൻഡിൽ കാണാൻ സാധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പാർട്ടുകൾ നമുക്ക് ആ ഒരു ഫയൽ എന്ന് പറയുന്ന ടൂളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഓരോന്ന് നോക്കാം. എന്താണ് ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത്? ഓക്കെ, ടിപ്പ് എന്ന് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണല്ലോ ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ ലീഡിങ് പോർഷൻ ഓഫ് ദ ഫയൽ അല്ലെ, ഫയലിന്റെ തുടക്കം
അല്ലെ, ഫയലിന്റെ തുടക്കം ലീഡിങ് പോർഷനെയാണ് എന്ത് വിളിക്കുക, ടിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ പറയുന്ന ടാങ്ക് എന്ന് പറയുന്ന പോർഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു എൻഡ് അല്ലെ. ഇപ്പൊ ടാങ്ക് എന്ന് പറയുന്നത് ഒരു എൻഡാണ്, ആ എൻഡാണ്. ആ എൻഡിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന എൻഡാണ് ബേസിക്കലി നമ്മളുടെ ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തുന്നാൽ മതി. അല്ലെങ്കിൽ ടിപ്പ് അല്ലെങ്കിൽ പോയിന്റിന്റെ ഓപ്പോസിറ്റ് എൻഡാണ് ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ് അല്ലെങ്കിൽ സൈഡ്, ഫേസ് അല്ലെന്നുണ്ടെങ്കിൽ സൈഡ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ ഒരു ഫേസ് ആണ്, ഇതൊരു പോർഷൻ ഒരു ഫേസ് ആണ്. അതുപോലെ തന്നെ മറുഭാഗത്തും മറ്റൊരു ഫേസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോ ഈ ഫേസിലാണ് എന്ത് നമ്മളുടെ ടീത്തുകൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫേസിലാണ് അല്ലെങ്കിൽ സൈഡിലാണ് നമ്മളുടെ ടീത്തുകൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ഇത്തരത്തിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ടീത്തുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറിയിട്ടുണ്ട് അല്ലെ. സോ ഇവിടെ ഒരു കോറിഗേഷൻ അല്ലെങ്കിൽ ടീത്തുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറിയിട്ടുണ്ട്. അപ്പോ ഇത് എന്ന് പറയുന്നത് സിംഗിൾ സൈഡിൽ അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രമേ, സിംഗിൾ കട്ടാണ്, ഒരു സൈഡിലേക്ക് മാത്രമേ ആ ഒരു ടീത്ത് കാണാൻ സാധിക്കുള്ളൂ അല്ലെ. സോ ദ ബ്രോഡ് പാർട്ട് ഓഫ് ദ ഫയൽ വിത്ത് ടീത്ത് കട്ട് ഓൺ ഇറ്റ് സർഫസ്. ഇത്തരത്തിൽ വളരെ ബ്രോഡായിട്ടുള്ള ഒരു പാർട്ട് കാണും. സോ ബ്രോഡായിട്ടുള്ള പാർട്ടിൽ ടീത്തുകൾ കട്ട് ചെയ്ത് കാണപ്പെടുന്നുണ്ടാകും. സോ ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ഫേസ് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ്, ഫേസ് അല്ലെങ്കിൽ സൈഡ് എന്താണെന്ന് മനസ്സിലായി. പിന്നീട് എഡ്ജ് ആണ് കാണുന്നത്, എഡ്ജ്. സോ ഈ ഒരു പോർഷനാണ് എഡ്ജ് എന്ന് പറയുന്നത്, എഡ്ജ്. അപ്പൊ ഈ എഡ്ജ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ഉണ്ടാവാറുണ്ട്. ഒന്നെങ്കിൽ പ്ലെയിൻ ടൈപ്പ്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പ്ലെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ എന്താണ് ടീത്തുകൾ അവിടെ കട്ട് ചെയ്തുകൊണ്ടുള്ള രീതിയിലും നമുക്ക് എഡ്ജസ് കാണാറുണ്ട്. ഓക്കെ, അപ്പോ ദിസ് ഈസ് ദ തിൻ പാർട്ട് ഓഫ് ഫയൽ വിത്ത് സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത്. ഇത്തരത്തിൽ സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്തും നമുക്ക് ആ എഡ്ജിൽ കാണാൻ സാധിക്കും. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ അത് എന്താണ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസും കാണാൻ സാധിക്കും. സോ ദ എഡ്ജ് ഈസ് നോൺ ആസ് സേഫ് എഡ്ജ് ആൻഡ് മേ നോട്ട് ഹാവ് എ ടീത്ത് അല്ലെ. ഇത്തരത്തിൽ എഡ്ജില് ടീത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സേഫ് എഡ്ജ് അല്ലെ. ഇത്തരത്തിൽ ടീത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടീത്ത് കാണുന്നില്ല, അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ നമ്മൾ സേഫ് എഡ്ജ് എന്ന് വിളിക്കാം. എന്നാൽ ഇവിടെ നമുക്ക് ഇവിടെ ഈ ഒരു ക്രോസ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ടീത്തുകൾ കാണാൻ സാധിക്കും അല്ലെ. ഇവിടെ നമുക്ക് ടീത്തുകൾ കാണാൻ സാധിക്കും. സോ അത് സേഫ് എഡ്ജ് ആണോ? സേഫ് എഡ്ജ് അല്ല. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എന്താണ് ദ സേഫ് എഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ ഫയലിംഗ് സർഫസ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ സർഫസ് ഓൾറെഡി ഫയൽഡ് അല്ലെ. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂവ് ആണ് നമുക്ക് ഫയൽ ചെയ്യേണ്ടത്. സോ ഓൾറെഡി ഞാൻ ഈ സർഫസ് ഓൾറെഡി ഫിനിഷ് ചെയ്തു. നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ സർഫസിലാണ് നമുക്ക് മെഷീൻ ചെയ്യേണ്ടതെന്നിരിക്കട്ടെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്രോസ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫയൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ, ഈ ഒരു എഡ്ജിൽ ടീത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഈ ഒരു സർഫസിൽ നിന്നും മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ തുടങ്ങും. സോ നമുക്ക് വേണോ? നമുക്കത് വേണ്ട അല്ലെ. സോ ഓൾറെഡി നമ്മൾ ഫിനിഷ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ടീത്തുകൾ വേണ്ട. അപ്പൊ അവിടെ നമ്മൾ സേഫ് എഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. പക്ഷെ നമുക്ക് ഇവിടെ നിന്നും മെറ്റീരിയൽ റിമൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട്. സോ അവിടെ നമ്മുടെ നോർമൽ കേസ് കട്ടിങ് പ്രോസസ്സ് നടക്കുന്നുണ്ടാകും. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്താണ് റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള സർഫസിൽ ഓൾറെഡി ഫയൽഡ് ആയിട്ടുള്ള സർഫസ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് കൂടുതൽ വീണ്ടും നമുക്ക് അവിടെ കട്ടിങ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യാറുണ്ട്, സേഫ് ആയിട്ടുള്ള എഡ്ജോട് കൂടിയിട്ടുള്ള ഫയൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ സേഫ് എഡ്ജ് ഫയൽ, അങ്ങനെ ഒരു ഫയൽ ഉണ്ട്, ഹാൻഡ് ഫയൽ ആണ് ബേസിക്കലി. നമ്മൾ മനസ്സിലാക്കും, മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കും. അപ്പൊ അത് എന്താണ് ഇവിടെ എഡ്ജ് എന്ന് പറയുന്ന പാർട്ട് നമ്മളുടെ ഫയലിൽ എവിടെയാണ്, ഫേസ് എവിടെയാണ്, സൈഡ് എവിടെയാണ്, ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എവിടെയാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ നമ്മളുടെ ആ ഒരു മനസ്സിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹീൽ എന്ന് പറയുന്ന പാർട്ടിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഫയൽ എന്ന് പറയുന്ന നമ്മളുടെ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളുമായി ബന്ധപ്പെട്ട് ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് ലീഡിങ് എഡ്ജ് ആണെന്ന് കണ്ടു. പിന്നീട് വളരെ ബ്രോഡായിട്ടുള്ള സർഫസ്, അവിടെ നമ്മൾ കട്ടിങ് ടീത്തുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ സൈഡ് അല്ലെങ്കിൽ ഫേസ് ആണെന്ന് മനസ്സിലായി. പിന്നീട് അതിന്റെ എഡ്ജ് പോർഷൻ ഇത്തരത്തിൽ മനസ്സിലാക്കി, അവിടെ കട്ടിങ് എഡ്ജോട് കൂടിയിട്ടുള്ളതുകൊണ്ട് സേഫ് ആയിട്ടുള്ളതുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. പിന്നീട് നമ്മൾ ആ ഒരു ബ്രോഡായിട്ടുള്ള ഒരു സർഫസിലേക്ക് അല്പം പുറകിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടീത്ത് ഒന്നും ഇല്ലാത്ത കുറച്ച് പോർഷൻ കാണാൻ സാധിക്കും. എങ്ങനെയാണ്? ടീത്ത് ഒന്നും ഇല്ലാത്ത പോർഷൻ. അപ്പൊ അവിടെ എന്താണ്, ദാറ്റ് ഈസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ടീത്ത് അല്ലെ, അവിടെ ടീത്ത് ഒന്നും കാണില്ല. ഓക്കെ, ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ഹീൽ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ബ്രോഡ് പോർഷൻ ഓഫ് ദ ഫയൽ നെക്സ്റ്റ് ടു ദ ഹാൻഡിൽ
ഹാൻഡിലിനോട് ചേർന്നായിട്ട് നമുക്ക് വളരെ ബ്രോഡ് ആയിട്ടുള്ള സർഫസിൽ എന്ത് കാണില്ല, അല്ലെങ്കിൽ സൈഡ് അല്ലെങ്കിൽ ഫേസിൽ എന്ത് കാണില്ല, ടീത്തുകൾ കാണില്ല. സോ ടീത്ത് ഇല്ലാത്ത ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ഹീൽ. അതിനെന്താ വിളിക്കാം? ഹീൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഹീൽ കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ്, ഒരു കർവായിട്ടുള്ള സർഫസ് കാണുന്നുണ്ട്. സോ കർവായിട്ടുള്ള സർഫസ് കാണുന്നുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഷോൾഡർ. കർവായിട്ടുള്ള സർഫസിനെ വിളിക്കുന്ന പേരാണ് ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പൊ ഹീൽ കഴിഞ്ഞാൽ ഷോൾഡർ. ഇറ്റ് ഈസ് എ കർവ്ഡ് പാർട്ട് ഓഫ് ദ ഫയൽ വിച്ച് സെപ്പറേറ്റ് ടാങ്ക് ഫ്രം ദ ബോഡി. ഓക്കെ, ഇത്തരത്തിൽ ബോഡിയും ടാങ്കും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കർവായിട്ടുള്ള സർഫസ് ഉണ്ടാവും, അതിനെ വിളിക്കുന്ന പേരാണ് ഷോൾഡർ എന്ന് പറയുന്നത്. ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പൊ ഷോൾഡർ ഈ പറയുന്ന ടാങ്കിനെയും അതുപോലെ തന്നെ നമ്മുടെ ബ്രോഡ് ആയിട്ടുള്ള സർഫസിനെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സേഫ് അല്ലെങ്കിൽ നമ്മളുടെ സൈഡ് അല്ലെങ്കിൽ സർഫസിനെയും തമ്മിൽ, അല്ലെങ്കിൽ ബോഡീനെയും തമ്മിൽ എന്താണ് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വേർതിരിക്കുന്ന, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കർവാണ് ബേസിക്കലി എന്ത്, ഷോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഷോൾഡർ നമ്മൾ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വളരെ പോയിന്റഡ് ആയിട്ട് കാണപ്പെടും. സോ ഇത്തരത്തിൽ ഷോൾഡർ മുന്നോട്ട് പോകണമെങ്കിൽ പോയിന്റഡ് ആയിട്ട് കാണപ്പെടും. സോ ആ പോയിന്റഡ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആ പോയിന്റഡ് ആയിട്ടുള്ള, സോ ദിസ് എ പോയിന്റഡ് പാർട്ട് ഓഫ് ദ ഫയൽ വിച്ച് ഫിറ്റ് ഇൻ ടു ദ ഹാൻഡിൽ. ഹാൻഡിലിനുള്ളിലേക്ക് ഫിറ്റ് ചെയ്യപ്പെടുന്ന വളരെ പോയിന്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട് എവിടെ കാണുന്നുണ്ടാകും? നമ്മളുടെ ഫയലിൽ കാണുന്നുണ്ടാകും. അതായത് ടിപ്പ് അല്ലെങ്കിൽ പോയിന്റിന്റെ ഓപ്പോസിറ്റ് എൻഡായിട്ട് നമ്മൾ കാണപ്പെടുന്നത് ടാങ്ക് ആണ്. ഓക്കെ, സോ ഈ പറഞ്ഞ ടാങ്ക് എന്ന് പറയുന്ന പോർഷൻ എന്തായിരിക്കും? ഹാർഡൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോ നമ്മളോട് ചോദിക്കുകയാണ് തന്നിരിക്കുന്ന പോർഷനിൽ ഏതാണ് ഹാർഡൻ ചെയ്യാത്ത പാർട്ട്? സോ അത് ടാങ്ക് ആണ്. സോ ടാങ്ക് പോർഷൻ എന്താണ്? ഹാർഡൻ ചെയ്തിട്ടുണ്ടാവില്ല. കാര്യം അത് നമ്മളുടെ ഹാൻഡിലിനുള്ളിലേക്ക് കയറി പോകേണ്ട ആളാണ്. സോ അയാളെ നമുക്ക് ഹാർഡൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോ അവിടെ നമ്മൾ കട്ടിങ് പ്രോസസ് ഒന്നും അവിടെ ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ അത് സോഫ്റ്റ് ചെയ്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി ഇത്തരത്തിൽ ടാങ്ക് എന്ന് പറയുന്ന പോർഷന്റെ പ്രത്യേകത. ഇനി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, അവിടെ ആ ഒരു ടാങ്ക് അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കയറി പോകുന്നു, അവിടെ നമ്മൾ ഹാൻഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഹാൻഡിലിന്റെ തൊട്ട് മുന്നിലായിട്ട് നമ്മളൊരു ഫെറൂൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു റിങ് പോലെ നിങ്ങൾ കാണാറുണ്ട് അല്ലെ? സാധാരണ നൈഫ്സിലൊക്കെ അല്ലെങ്കിൽ എല്ലാ ടൂളുകളിലും ഇത്തരത്തിൽ കാണാറുണ്ട്. ഹാൻഡിലിന്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾ ബ്രാസിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ബ്രാസ്, സ്റ്റീല്, പല കളറിൽ കാണാറുണ്ട്, പല മെറ്റീരിയൽ യൂസ് ചെയ്യാറുണ്ട്. ഇനിവേ, അപ്പൊ അത്തരത്തിൽ മെറ്റാലിക് അല്ലെങ്കിൽ മെറ്റൽ റിങ് ദാറ്റ് പ്രൊട്ടക്ട് ദ ഫയൽ ഹാൻഡിൽ ഫ്രം ക്രാക്കിംഗ്. ഇത്തരത്തിൽ ഫയലിന്റെ ഹാൻഡില് എന്താണ് ക്രാക്ക് ആയിട്ട് നാശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന എന്താണ് ഒരു പാർട്ടാണ് ബേസിക്കലി ഫെറൂൾ എന്ന് പറയുന്നത്. ഫെറൂൾ. ഓക്കെ, അപ്പൊ ഫെറൂൾ എന്ന് പറയുന്ന ഒരു മെറ്റൽ റിംഗ് ആണ് ദാറ്റ് പ്രൊട്ടക്ട് ദ ഫയൽ ഹാൻഡിൽ ഫ്രം ക്രാക്കിംഗ്. അല്ലെ? ഫയൽ ഹാൻഡിൽ, ഈ പറഞ്ഞ ഫയലിന്റെ ഹാൻഡില് നാശമായി പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അവിടെ നിന്നും ക്രാക്സ് പുറകോട്ട് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ക്രാക്സ് എന്ത് ചെയ്യുന്നുണ്ടാകും, സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പാർട്ടാണ് ബേസിക്കലി ഫെറൂൾ. ഓക്കെ, സോ ഫെറൂൾ കഴിഞ്ഞാൽ നമുക്കറിയാം ഹാൻഡിലാണ്. സോ ഹാൻഡിൽ സാധാരണഗതിയിൽ നമ്മൾ പ്ലാസ്റ്റിക് ഹാൻഡിലൊക്കെ നമ്മൾ കാണാറുണ്ട്, പ്ലാസ്റ്റിക്സിന്റെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വുഡൻ ഹാൻഡിൽസ് ഉണ്ട്. പൊതുവെ വുഡൻ ആണ് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ് ഇൻ വിച്ച് ദ ടാങ്ക് ഈസ് ഫിക്സ്ഡ് ആൻഡ് യൂസ് ടു ഹോൾഡ് ദ ഫയൽ. അല്ലെ? ഫയല് ഹോൾഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന പാർട്ടാണ് ഹാൻഡിൽ. ഹാൻഡിൽ കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഫെറൂൾ ഉണ്ടാകും. ആ ഹാൻഡില് ക്രാക്ക് ഒന്നും വരാതിരിക്കാൻ ഫെറൂള്, ആ ഹാൻഡിലും ഫെറൂളിലും ഉള്ളിലേക്കാണ് ടാങ്കിന്റെ പോർഷൻ, കൂർത്തിരിക്കുന്ന പോർഷൻ കയറി പോകുന്നുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കയറി പോകുന്നത് കൊണ്ട് തന്നെ ടാങ്ക് എന്ന് പറയുന്നത് സോഫ്റ്റൻ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ്. ദാറ്റ് ഈസ് നോട്ട് ഹാർഡൻഡ്. ഓക്കെ, ആ ടാങ്കിന്റെ ആ ഒരു ടാങ്കും ബോഡിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കർവ്ഡ് പോർഷൻ ആണ് ഷോൾഡർ എന്ന് പറയുന്നത്. ആ ഷോൾഡർ കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് സർഫസ് സ്റ്റാർട്ട് ചെയ്യും. അവിടെ കട്ടിംഗ് ടീത്തുകൾ ഇല്ലാത്ത പോർഷനെ വിളിക്കുന്നവരാണ് ഹീല്. അതിനുശേഷം നമുക്ക് ആ ഒരു കട്ടിംഗ് എഡ്ജ് കാണപ്പെടുന്ന പോർഷനെ നമുക്ക് പൊതുവെ എന്ത് വിളിക്കാം? സൈഡ് അല്ലെങ്കിൽ സർഫസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ അതിന്റെ ലീഡിംഗ് പോർഷനെ വിളിക്കുന്ന പേരാണ് ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നീട് സൈഡിൽ വളരെ തിന്നായിട്ടുള്ള പോർഷൻ ഉണ്ടാകും, അതിനെ വിളിക്കുന്ന പേരാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പാർട്സ് ഓഫ് ഫയലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? വളരെ ബേസിക് ആയിട്ട് ഒരു പക്ഷെ നമ്മൾക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എങ്കിൽ തന്നെയും നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടാകും, ഓൾറെഡി നമ്മൾ ട്രാക്കിലായിട്ടുള്ള ആൾക്കാരുണ്ടാകും, നിരവധി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഇത് ഓൾറെഡി പഠിച്ച്
തറമായിട്ടിരിക്കുന്ന വസ്തുതകളായിരിക്കാം. അപ്പൊ അത് ഒന്ന് റിഫ്രഷ് ചെയ്ത് മുന്നോട്ട് പോകുക. കാര്യം അത് വേണ്ടുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന എക്സാംസിന് നമുക്കത് വേണ്ടുന്നതായത് കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നു. പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള കൂട്ടുകാരുണ്ടാകും. സോ അവരെ സംബന്ധിച്ചോളം ഇത് ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാവാം. അപ്പൊ അവര് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് അത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മുന്നോട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഫയൽ, എന്താണ് ഫയലിംഗ് എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ, ഫയൽ എന്ന് പറയുന്ന ടൂളുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട പാർട്സുകൾ ഏതൊക്കെയാണ്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? സാറേ ആ എഡ്ജ് ഇല്ലായിരുന്നോ ഫയലിന്റെ? ഓ, എഡ്ജ്. അത് എപ്പോഴും സേഫ് എഡ്ജ് ആയിരിക്കുമോ? സാറ് പറഞ്ഞ അവിടെ ടീത്ത് ഉണ്ടാവത്തില്ല എന്നല്ല പറഞ്ഞത്. എപ്പോഴും സേഫ് എഡ്ജ് അല്ല. അപ്പം ഈ പറയുന്ന രീതിയിൽ ഞാനൊരു ചിത്രം കാണിക്കാം. അതാണ് തൊട്ട് മുന്നേ കണ്ടിരുന്ന ചിത്രം. അതായത് ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കൂ. ഇതൊരു ഒരു ഫയലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ നോക്കി അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തു. കട്ട് ചെയ്തപ്പോൾ കാണുന്ന ക്രോസ് സെക്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. BB എന്ന് പറയുന്ന ആ ഒരു പാർട്ടിംഗ് ലൈനിൽ നിന്നും നമ്മൾ കാണുന്ന ഒരു ക്രോസ് സെക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ വലുതാക്കി വരയ്ക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രോസ് സെക്ഷൻ നോക്കുന്ന സമയത്ത് ഇത് ക്രോസ് സെക്ഷന്റെ ആണ് കാണിക്കുന്നത്, അല്ലാതെ കട്ടിങ് ഒന്നും അല്ല. ക്രോസ് സെക്ഷൻ ആണ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഹാച്ച് കൊടുത്തു. പിന്നീട് ടീത്ത് കൊടുത്തിരിക്കുന്നത് ഈ സർഫസിൽ ടീത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് സർഫസിലും ടീത്ത് കാണുന്നുണ്ട്. അതായത് അപ്പുറവും ഇപ്പുറവും രണ്ട് സർഫസിലും ടീത്ത് കാണുന്നുണ്ട്. ഓക്കെ, പിന്നീട് എഡ്ജസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സൈഡിൽ മാത്രമേ കാണുന്നുള്ളൂ, ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. ദാറ്റ് മീൻസ് അവിടെ ആ ഒരു സൈഡിൽ മാത്രമേ കട്ടിങ് എഡ്ജ് ഉള്ളൂ. ഈ ഒരു പോർഷൻ എന്താണ്? സേഫ് എഡ്ജ് ആണ്. ഓക്കെ ആണോ? ഓക്കെയാണ് സർ. അപ്പൊ അത്തരത്തിൽ സേഫ് എഡ്ജ് ഫയൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് തന്നെ ഉണ്ട്. സോ അതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ആ ഒരു എഡ്ജ് പോർഷൻ നമുക്ക് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, രണ്ട് സൈഡിലും രണ്ട് എഡ്ജിലും രണ്ട് ഭാഗത്തുള്ള എഡ്ജിലും കട്ടിങ് എഡ്ജോട് കൂടിയിട്ടുള്ളതുണ്ട്. ഒരു എഡ്ജിൽ ഫ്രീ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുണ്ട്. അപ്പൊ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിക്വയർമെന്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് അതിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. അതായത് നമ്മൾ ഒരു ഫയലിനെ എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം ഫയൽ നമ്മളുടെ റിക്വയർമെന്റ്, നമ്മളുടെ ജോബിനനുസരിച്ച് അല്ലെ, നമ്മളുടെ ജോബിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടാകും. അതിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും അത് ലെങ്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യാറുണ്ട്. ഗ്രേഡ് സ്പെസിഫൈ ചെയ്യാറുണ്ട്. കട്ട് സ്പെസിഫൈ ചെയ്യാറുണ്ട്. ഷേപ്പ് സ്പെസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്കറിയാം ഈ ഫയല് പല ആവശ്യങ്ങൾക്കായിട്ട് പല മേഖലകളിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഫിറ്റിംഗ് ഷോപ്പുകളിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് മെഷീനിങ് ഷോപ്പുകളിൽ യൂസ് ചെയ്യാറുണ്ട്. വെൽഡിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ മറ്റ് നമ്മളുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെന്റ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പേസിന്റെ അടിസ്ഥാനത്തിൽ, ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ പല കാറ്റഗറിയിൽ നമ്മൾ അത് എന്ത് ചെയ്യാറുണ്ട്, സ്പെസിഫൈ ചെയ്യാറുണ്ട്. സോ ലെങ്ത്, ഗ്രേഡ്, കട്ട്, ഷേപ്പ്, പ്രധാനമായിട്ടും 4 തരത്തിലാണ്: ലെങ്ത്, ഗ്രേഡ്, കട്ട്, ഷേപ്പ്. സോ നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ആദ്യം ലെങ്ത്. ഒരു ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഫയലിന്റെ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടിപ്പ് അല്ലെ, ഇവിടെ നമ്മൾ ടിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ എന്ത് വിളിച്ചു, ഹീൽ എന്ന്, അല്ല ടിപ്പ് അല്ലെങ്കിൽ എന്താണ്, പോയിന്റ് എന്ന് വിളിച്ചു അല്ലെ, ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ്. അപ്പൊ ടിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ പോയിന്റ് മുതൽ നമ്മൾ ആ ഒരു ടീത്ത് ഇല്ലാത്ത പോർഷൻ ഉണ്ടല്ലോ, ഹീല്, ആ ഹീല് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, ലെങ്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ലെങ്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ടൂളിന്റെ ലെങ്ത് സ്പെസിഫൈ ചെയ്യുന്നത് എവിടം മുതൽ എവിടം വരെ ആണ് എന്നുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോ ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് മുതൽ ഹീല് വരെ, ടിപ്പ് ടു ഹീൽ അല്ലെ, ടിപ്പ് മുതൽ ഹീല് വരെയാണ് സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഫയൽ ലെങ്ത് സ്പെസിഫൈ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഗ്രേഡ് ആണ് അല്ലെ, ഗ്രേഡ്. അപ്പൊ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ ഫയൽ ഗ്രേഡ് അല്ലെങ്കിൽ ഗ്രേഡിന്റെ ഭാഗമായിട്ട് നമ്മൾ പൊതുവെ എത്രയായിട്ട് പറയാറുണ്ട്, 5 ആയിട്ട് പറയാറുണ്ട്. അപ്പോ റഫ് ഫയല്, ബസ്റ്റാർഡ് ഫയല്, സെക്കൻഡ് കട്ട് ഫയല്, സ്മൂത്ത് ഫയല്, ഡെഡ് സ്മൂത്ത് ഫയല്. അപ്പൊ എന്താണ് ഈ ഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 സെന്റിമീറ്റർ ലെങ്ത് എടുക്കുമ്പോൾ ആ ലെങ്തിനുള്ളിൽ എത്ര ടീത്തുകൾ ഉണ്ട്,
ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സ്പേസിംഗ് ഓഫ് ടീത്ത്, അല്ലെങ്കിൽ ആ രണ്ട് ടീത്തുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ്. ഓക്കെ, ഡിസ്റ്റൻസ് എങ്ങനെയാണ്. സോ സ്പേസിംഗ് ഓഫ് ടീത്ത് ഡിറ്റർമൈൻസ് ഫയൽ ഗ്രേഡ്, അല്ലെ? ഇത് പറയുന്ന ആ ഒരു ടീത്തിന്റെ സ്പേസിംഗ്, അല്ലെങ്കിൽ അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രേഡിങ് വേറെ ആയിരിക്കും, ദൂരെ ആയിരിക്കും. അപ്പൊ ആ ഒരു സ്പേസിംഗ് എങ്ങനെയാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഫയലിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ റഫ് ഫയൽ എന്നും ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത് ഫയൽ എന്നുള്ള രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 1 സെന്റിമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 mm അല്ലെങ്കിൽ 1 സെന്റിമീറ്ററിനുള്ളിൽ എത്ര നമ്പർ ഓഫ് ടീത്തുകൾ ഉണ്ട്, ഓക്കെ, എത്ര നമ്പർ ഓഫ് കട്ടിംഗ് എഡ്ജുകൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റഫ് ഫയല്, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത് എന്നുള്ള രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് റഫിലേക്ക് വരാം, അല്ലെ? റഫിലേക്ക് വരാം. പ്രധാനമായിട്ടും ചോദ്യം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നു, ഫോർ വിച്ച് പർപ്പസ്. Rough file are used for removing rapidly a large quantity of material. Okay, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കീവേഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഇതേപോലെ തന്നെ ചോദിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ വേർഡ് അതേപോലെ തന്നെ ചോദിക്കും, സെന്റൻസ് അതേപോലെ തന്നെ ചോദിക്കും. റാപ്പിഡ്ലി എന്നുള്ള വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാപ്പിഡ്ലി എ ലാർജ് ക്വാണ്ടിറ്റി, വളരെ പെട്ടെന്ന് വളരെ വലിയ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എന്ത് വേണം അവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. So rough file are used for removing rapidly a large quantity of material. It is mostly used for trimming the rough edges of a soft metal castings and forged component. അപ്പോൾ ഇത്തരത്തിൽ ഫോർജ് ചെയ്ത് ചെയ്യപ്പെടുന്ന നമ്മളുടെ ഫോർജിങ് യൂണിറ്റിലൊക്കെ നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കമ്പോണൻസിലൊക്കെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഫ്ലാഷസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഫ്ലാഷസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്കവിടെ അവിടെ നിന്നും ലൈക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. സോ ആ സമയത്തൊക്കെ അല്ലെങ്കിൽ എഡ്ജസ് ഒക്കെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സോ ആ സമയത്തൊക്കെ വളരെ റഫായിട്ട്, ഓക്കെ, എക്സാക്ട് അല്ലെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു മെഷീനിങ് ഒന്നും അല്ല, വളരെ റഫായിട്ട് നമുക്ക് ആ സർഫസ് ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫയലാണ് റഫ് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ റഫ് ഫയലിന്റെ പ്രത്യേകത വളരെ ലാർജ്, റാപ്പിഡ്ലി എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ക്യാൻ ബി റിമൂവ്ഡ് ബൈ യൂസിങ് ഫയൽ. പൊതുവെ ഇത്തരത്തിൽ ട്രിമ്മിങ് ഓപ്പറേഷൻ ഒക്കെയാണ്. പൊതുവെ നമുക്ക് ഇത്തരത്തിൽ സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിംഗ്സിൽ, ഫോർജിങ് കമ്പോണൻസിലൊക്കെ ഇത്തരത്തിലുള്ള ഫ്ലാഷ്, മറ്റ് ഡെബ്രീസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ട്രിം ചെയ്ത് മാറ്റാൻ കഴിയും. സോ അതാണ് ബേസിക് കോൺസെപ്റ്റ് റഫ് ഫയൽ. ഈ റഫ് ഫയലിന്റെ ആ ഒരു എന്താണ് സ്പേസിംഗ് വാല്യൂ എങ്ങനെയാണ്? സ്പേസിംഗ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഫോർ എ 10 mm ലെങ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ, ഇത്തരത്തിൽ ലെങ്ത് ഓഫ് ഫയൽ എന്ന് പറയുന്നത് നമുക്കറിയാം ടിപ്പ് ടു ഹീൽ ആണ്. ആ ലെങ്ത് എന്ന് പറയുന്നത് 150, 15 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ, 25, 30 സെന്റിമീറ്റർ ഒക്കെ ലെങ്ത്, സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ഫയൽ അവൈലബിൾ ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ഫയൽ എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ, ദാറ്റ് ഈസ് ടിപ്പ് ടു ഹീൽ ആണ്. സോ ആ വാല്യൂ ആണ് 150, 200, 250, 300 എന്ന് പറയുന്നത്. അപ്പൊ അത് സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ഫയൽ എന്ന് പറയുന്നത് 150 മുതൽ 300 നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, 300 mm. അപ്പൊ അവിടെ നമ്മൾ ഈ പറയുന്ന ഒരു 10 mm ലെങ്ത്, ആ ഒരു കട്ടിങ് എഡ്ജോട് കൂടിയിട്ടുള്ള 10 mm ആ ഒരു സർഫസിൽ അല്ലെങ്കിൽ ഫേസില് അല്ലെങ്കിൽ സൈഡില് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10 mm ലെങ്ത് അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ എടുക്കുന്ന സമയത്ത് ആ 1 സെന്റിമീറ്ററിനുള്ളിൽ എത്ര കട്ടിങ് എഡ്ജുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ 8.5 കാണിച്ചിരിക്കുന്നത്, അല്ലെ? ഇത്തരത്തിൽ 300 mm നീളമുള്ള ആ ഒരു ഫയൽ ആണെന്നുണ്ടെങ്കിൽ 1 സെന്റിമീറ്ററിനകത്ത് 5 നമ്പർ ഓഫ് കട്ടിങ് എഡ്ജുകളായിരിക്കും ഉണ്ടാവുക. 150 ആണെന്നുണ്ടെങ്കിൽ അവിടെ 8 നമ്പർ ഓഫ് കട്ടിങ് എഡ്ജുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത്തരത്തിൽ റഫ് ഫയലിൽ ആ ഒരു 10 mm ലെങ്തില് എത്ര നമ്പർ ഓഫ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ഓഫ് കട്ടിങ് എഡ്ജ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 to 8. അപ്പൊ 5 to 8 cutting edges are there over a length of 10 mm in the case of a rough file. ഓക്കെ, അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിൽ ആ ഒരു 5 മുതൽ 8 കട്ടിങ് എഡ്ജുകൾ ഉണ്ട് റഫ് ഫയലിൽ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ഫോർ എ ലെങ്ത് ഓഫ് 10 mm അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോ 2 പോയിന്റുകളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അതിന്റെ യൂസ്, റിമൂവിങ് റാപ്പിഡ്ലി എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് റഫ് ഫയലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് റഫ് ഫയലിൽ എത്ര കട്ടിങ് എഡ്ജുകൾ ഉണ്ട്, 1 സെന്റിമീറ്ററിനുള്ളിൽ എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു വാല്യൂ റേഞ്ച് ഓർത്തിരിക്കുക 5 to 8. നെക്സ്റ്റ് ബസ്റ്റാർഡ് ആണ്, ബസ്റ്റാർഡ് ഫയൽ. അപ്പൊ റഫ് ഫയൽ ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ബസ്റ്റാർഡ് ഫയൽ.
ബസ്റ്റാർഡ് ഫയൽ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയാം ഗ്രേഡിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഗ്രേഡിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ബസ്റ്റാർഡ് ഫയലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഹെവി സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഇസ് റിക്വയർഡ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ വർക്ക് പീസ്. അപ്പോൾ നേരത്തെ പഠിച്ചത് റാപ്പിഡ്ലി എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. നമ്മൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഒരുപോലെ തന്നെയല്ലേ, പക്ഷേ ഏകദേശം ഒരുപോലെ തന്നെയാണ്. എങ്കിൽ തന്നെയും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, നമ്മളുടെ PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുന്ന സമയത്ത് ഈ വേർഡുകൾ അതേപോലെ തന്നെ പഠിക്കുക. നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക ഹെവി സ്റ്റോക്ക് റിഡക്ഷൻ എന്നുള്ള ആ ഒരു വേർഡ്, ഹെവി സ്റ്റോക്ക് അല്ലെങ്കിൽ ഹെവി എന്നുള്ള വേർഡ്. നേരത്തെ ഞാൻ പറഞ്ഞു റാപ്പിഡ് എന്നുള്ള വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഹെവി സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഈസ് റിക്വയർഡ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ വർക്ക് പീസ്. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബസ്റ്റാർഡ് ഫയൽ എന്ന് വിളിക്കുന്നത്. സോ ബസ്റ്റാർഡ് ഫയലുമായി ബന്ധപ്പെട്ട് നമ്മൾ റഫ് ഫയലിൽ 5 മുതൽ 8 എന്ന് പറഞ്ഞതുപോലെ തന്നെ ബസ്റ്റാർഡ് ഫയലിൽ എന്താണ് ആ ഒരു ലെങ്ത് ഓഫ് ഫയലിന്റെ അടിസ്ഥാനത്തിൽ നമ്പർ ഓഫ് കട്ടിംഗ് ഇറ്റ്സിന്റെ വാല്യൂ വരുന്നത് 9 മുതൽ 13 ആണ്. സോ 8 മുതൽ അല്ലെങ്കിൽ 5 മുതൽ 8, അടുത്തത് 9. 8 കഴിഞ്ഞാൽ 9 ആണല്ലോ, അത് ആ ഓർഡറിൽ അങ്ങ് പഠിച്ചാലും മതി. 5 മുതൽ 8 റഫ്, 8 കഴിഞ്ഞാൽ 9, 9 മുതൽ 13 അല്ലെ, 9 മുതൽ 13. അപ്പൊ 9 മുതൽ 13 എന്ന് പറയുന്നത് 9 മുതൽ 13 ടീത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ബസ്റ്റാർഡ് ഫയൽ. 5 മുതൽ 8 ടീത്ത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഫ് ഫയൽ. ഓക്കെ, സോ ബസ്റ്റാർഡ് ഫയൽ ഇത്തരത്തിൽ എന്താണ് ഹെവി സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ വർക്ക് പീസ്. അവിടെ 2 സൈഡിലും, അതായത് നമ്മൾ നേരത്തെ കണ്ട 2 സർഫസ് അല്ലെങ്കിൽ സൈഡിലും ഇത്തരത്തിൽ ഡബിൾ കട്ട് ടീത്ത് ആയിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. അപ്പോൾ അത് കട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സിംഗിൾ കട്ട് എന്നും ഡബിൾ കട്ട് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ഡബിൾ കട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ ഇങ്ങനെ ഒരു സൈഡിൽ ടീത്ത് ഉണ്ടാകും, ഇങ്ങനെയും ടീത്ത് ഉണ്ടാകും. സോ അങ്ങനെയാണ് ഡബിൾ കട്ട് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഡബിൾ കട്ട് ടീത്തുകൾ എവിടെ കാണാറുണ്ട്, ബസ്റ്റാർഡ് ഫയലിൽ കാണാറുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 9, 13 എന്നുള്ളത് ആ ഒരു നമ്പർ ഓഫ് ടീത്ത് പെർ സെന്റിമീറ്റർ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഹെവി സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഹെവി സ്റ്റോക്ക് റിഡക്ഷൻ, ബസ്റ്റാർഡ് ഫയൽ. ഇതൊക്കെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രീവിയസ് ഇയർ ധാരാളം ഉണ്ട്. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലൊക്കെ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നിലവിൽ ഫയൽ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഓക്കെ സർ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു, ഗുഡ് നൈറ്റ്.